ഹായ് PSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 29/2021. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, KR സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ടിൻ്റെ ചെയർമാനായി നിയമിതനായത്? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ഓപ്ഷൻ ഡി അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ? ഓപ്ഷൻ എ VP മേനോൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ അജൽ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെവിടെ? ഓപ്ഷൻ എ ലക്നൗ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ബി ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരി വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ബി 8 4 മിനിറ്റ് നോർത്ത്, 37 6 മിനിറ്റ് നോർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി സിന്ധു. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻ എ അറബി. അടുത്ത ക്വസ്റ്റ്യൻ, കാൽബൈ ഷാഹി എന്നത്? ഓപ്ഷൻ എ കാറ്റ്. ആസാമിലെ കാസിരംഗൻ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. 21ാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഓപ്ഷൻ എ 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി 1815. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു.
27ാമത്തെ ക്വസ്റ്റ്യൻ പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഓപ്ഷൻ സി ചാമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാന ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാന ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഓപ്ഷൻ ബി 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ എ 44ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതുനിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി അനുച്ഛേദം 16. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി 1993. അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഓപ്ഷൻ ഡി ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഓപ്ഷൻ ഡി അലോക് റാവത്ത്. 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഓപ്ഷൻ എ മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഓപ്ഷൻ സി കുണ്ടറ. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഓപ്ഷൻ ബി സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? ഓപ്ഷൻ ബി കൈത്തറി. 47ാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഓപ്ഷൻ സി നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഓപ്ഷൻ ഡി ആണ് നല്ലളം. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഓപ്ഷൻ എ നിലമ്പൂർ. 50ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഓപ്ഷൻ ഡി ദിണ്ടിഗൽ ടു കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വിവേകാനന്ദൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ആണ് ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത.
ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വേങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തെരുവിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി ആണ് തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഓപ്ഷൻ സി 1797. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ ഡി ആണ് പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻ സി 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ് 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഓപ്ഷൻ സി ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കേട്ട. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? ഓപ്ഷൻ ഡി സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻ എ വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദ്യ വിഷയം ഏതാണ്? റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം? ഓപ്ഷൻ എ DDT. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഓപ്ഷൻ എ ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏതു ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. ഭാവിയിലെ ഇന്ധനം? ഭാവിയിലെ ഇന്ധനം? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്? ഓപ്ഷൻ സി ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ഓപ്ഷൻ ബി ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഓപ്ഷൻ സി 7. 1 ന്യൂട്ടൺ എത്ര ഡൈനാണ്? ഓപ്ഷൻ ബി 10⁵. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം? ഓപ്ഷൻ ഡി പ്ലൂട്ടോ.